മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്ന മഹാനായ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം ഹിജറ 418 മഹാനവറുകളുടെ ജനനമുണ്ടായത്. ഹിജറ 543 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തെ കുറിച്ച് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു ഖാദിയായിരുന്നു അദ്ദേഹം. മഹാനതനായ ഒരു മുഫസ്സിർ അഥവാ ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു അദ്ദേഹം. അറിയപ്പെട്ട കർമ്മശാസ്ത്ര വിശാരദനായ ഫഖീഹായിരുന്നു അദ്ദേഹം. അറിയപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ച് നല്ല കൃത്യവും വ്യക്തവുമായ കഴിവുള്ള മുഹദ്ദിസായിരുന്നു അദ്ദേഹം എന്നൊക്കെയുള്ള പ്രത്യേക ശ്രേഷ്ഠതകൾ പറയപ്പെട്ട മഹാനായ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഇമാം തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥമായ സുനനു തിർമിദിക്ക് ഒരു ശറഹ്, ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ആരിദത്തുൽ അഹ്വദി എന്നാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഏത്? ഈ യാസീനിനെ, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഹദീസുഹാ ദഈഫുൻ ഫലം നുഖ്ബിൽ അലൈഹി. ഹദീസ് സഹിഹല്ല.